പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു ഡെന്റൽ വിദ്യാർത്ഥിയാണെന്ന് കരുതുന്നു. പരീക്ഷയ്ക്കൊരു 3 മാർക്കിനോ 5 മാർക്കിനോ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് ഗ്രൂപ്പ് പ്രാക്ടീസ്. നമുക്ക് ഈ വിഷയമൊന്ന് ലളിതമായിട്ട് സാധാരണ സംഭാഷണം പോലെയൊന്ന് ചർച്ച ചെയ്താലോ? തീർച്ചയായും. ഇത് കേട്ടുകഴിയുമ്പോഴേക്കും പരീക്ഷയ്ക്ക് ഒരു പേജ് മുഴുവൻ എഴുതാനുള്ള പോയിന്റ്സ് കിട്ടണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ശരി. അപ്പോ എന്താണ് ഈ ഗ്രൂപ്പ് പ്രാക്ടീസ്? കുറേ ഡോക്ടർമാർ ഒരുമിച്ചൊരു ക്ലിനിക്കിൽ ഇരിക്കുന്നതാണോ, അതോ അതിൽ കൂടുതലുണ്ടോ? അതിൽ കൂടുതലുണ്ട്. ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ ഡെന്റൽ അസോസിയേഷൻ, അതായത് ADA, ഇതിന് കൃത്യമായ ഒരു നിർവചനം തരുന്നുണ്ട്. ഒന്നോ അതിലധികമോ ദന്തരോഗ വിദഗ്ധർ, ചിലപ്പോൾ കൂടെ മറ്റ് ആരോഗ്യ വിദഗ്ധരും കാണും. ഇവരൊക്കെ ഒരുമിച്ച് കാര്യക്ഷമമായ സേവനം നൽകാനായി ഔദ്യോഗികമായി പ്രവർത്തിക്കുന്ന ഒരു രീതി. ഔദ്യോഗികമായി, അതാണ് അവിടുത്തെ പ്രധാന വാക്കല്ലേ? അതെ. അതൊരു വെറും കൂട്ടായ്മയല്ല, ഒരു ഫോർമൽ എഗ്രിമെന്റ് ഉണ്ടാകും. മനസ്സിലായി. അപ്പോൾ എല്ലാ ഗ്രൂപ്പ് പ്രാക്ടീസും ഒരുപോലെയാണോ, പലതരത്തിലുണ്ടോ ഇത്? ഉണ്ട്. പ്രധാനമായും ഒരു 3 തരം തിരിവുണ്ട്. ഒന്ന്, ജനറൽ പ്രാക്ടീസ് ഗ്രൂപ്പ്സ്. ഇതിലെ എല്ലാ ഡോക്ടർമാരും ജനറൽ ഡെന്റിസ്റ്റുകളായിരിക്കും. രണ്ടാമത്തേത് സിംഗിൾ സ്പെഷ്യാലിറ്റി ഗ്രൂപ്പ്സ്. പേര് കേൾക്കുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവുന്നുണ്ട്. അതെ, ഒരേ സ്പെഷ്യാലിറ്റിയിലുള്ള ഡോക്ടർമാർ മാത്രം. ഇപ്പോ ഉദാഹരണത്തിന് ഒരു ക്ലിനിക്കിൽ എല്ലാവരും ഓർത്തോഡോണ്ടിസ്റ്റുകൾ, അതായത് പല്ല് കമ്പിയിടുന്നവർ. ശരി. പിന്നെ മൂന്നാമത്തേതാണ് നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ കാണുന്നത്, മൾട്ടി സ്പെഷ്യാലിറ്റി ഗ്രൂപ്പ്സ്. എല്ലാത്തരം ചികിത്സയും ഒരിടത്ത് കിട്ടുന്നത്. അതെ, റൂട്ട് കനാൽ സ്പെഷ്യലിസ്റ്റ്, മോണരോഗ വിദഗ്ധൻ, അങ്ങനെ പലരും ഒരേ കുടക്കീഴിൽ. അപ്പോൾ ഒരു ഡോക്ടറെ സംബന്ധിച്ച് സ്വന്തമായി ഒരു ക്ലിനിക്ക് നടത്തുന്നതിനേക്കാൾ എന്തൊക്കെ ഗുണങ്ങളാണ് ഇതിനുള്ളത്? പരീക്ഷയിലെ ഒരു പ്രധാന ചോദ്യമാവാമല്ലോ അത്. ഉറപ്പായും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം ഒരു ഓർഗനൈസ്ഡ് ലൈഫ് സ്റ്റൈലാണ്. ഓർഗനൈസ്ഡ് ലൈഫ് സ്റ്റൈൽ അതെങ്ങനെയാണ്? ഇപ്പോ ഒരവധിയെടുത്ത് എവിടെയെങ്കിലും പോകണം, അല്ലെങ്കിൽ ഒരു പുതിയ കോഴ്സ് പഠിക്കണം. ഒറ്റയ്ക്കാണെങ്കിൽ ക്ലിനിറ്റ് അടച്ചിടണം, അല്ലേ? ശരിയാണ്, വരുമാനം നിൽക്കും. അതെ. പക്ഷെ ഗ്രൂപ്പിലാകുമ്പോൾ നിങ്ങളുടെ അഭാവത്തിൽ രോഗികളെ നോക്കാൻ വേറെ ഡോക്ടർമാർ ഉണ്ടാകും. അതൊരു വലിയ കാര്യമാണ്. പിന്നെ സാമ്പത്തികമായിട്ടോ? സാമ്പത്തികമായും ഗുണങ്ങളുണ്ട്. ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സ്. ഇപ്പോ പെട്ടെന്നൊരു അസുഖം വന്നു, പ്രാക്ടീസിന് പോകാൻ പറ്റിയില്ല, അപ്പോഴും ക്ലിനിക്ക് നടക്കും. വരുമാനത്തിൽ വലിയ കുറവുണ്ടാവില്ല. പിന്നെ സിക്ക് ലീവ്, പെൻഷൻ പ്ലാനുകൾ, ഇതൊക്കെ നടപ്പിലാക്കാൻ എളുപ്പമാണ്. ഈ ചിലവുകളുടെ കാര്യമോ? ഇപ്പോൾ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ ഭയങ്കര ചെലവല്ലേ? അതാണ് അടുത്ത പോയിന്റ്. ജീവനക്കാർ, ലേറ്റസ്റ്റ് ഉപകരണങ്ങൾ, ലൊക്കേഷൻ, ഇതെല്ലാം പങ്കുവയ്ക്കുകയല്ലേ? ശരിയാണ്. അപ്പോൾ ഒരാളുടെ തലയിലുള്ള ഭാരം കുറയും. തീർച്ചയായും. പിന്നെ ചികിത്സയുടെ ഗുണമേന്മയുടെ കാര്യത്തിലും വ്യത്യാസമുണ്ട്. അതെങ്ങനെയാണ്? അതിനെ ഒരു ബിൽറ്റ് ഇൻ പിയർ റിവ്യൂ എന്ന് പറയാം. പിയർ റിവ്യൂ? അതായത് നമ്മൾ ഒറ്റയ്ക്ക് ഒരു കേസ് ചെയ്യുമ്പോൾ ഒരു സംശയം വന്നാലേ ചോദിക്കാൻ ആരുമില്ല. എന്നാൽ ഒരു ഗ്രൂപ്പിലാകുമ്പോൾ തൊട്ടടുത്ത മുറിയിലുള്ള സഹപ്രവർത്തകനോടൊരു അഭിപ്രായം ചോദിക്കാം, ഒരു ബുദ്ധിമുട്ടുള്ള കേസ് ഒരുമിച്ച് ചർച്ച ചെയ്യാം. അത് ചികിത്സയുടെ നിലവാരം കൂട്ടുമല്ലോ. ഉറപ്പായും. ഇതിന് ഇത്രയധികം ഗുണങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും ദോഷവശങ്ങളുണ്ടാകുമോ? വെല്ലുവിളികൾ ഉണ്ടാകും, എന്തായാലും ഉണ്ടാകും. ഏറ്റവും വലുത് വ്യക്തിപരമായ പൊരുത്തമാണ്. അതായത് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഡോക്ടർമാർക്ക് ഒരേപോലത്തെ ചിന്താഗതി വേണം, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ പോലും വലിയ പ്രശ്നങ്ങളാകും. അവർ ടെമ്പറമെന്റലി കമ്പാറ്റബിൾ ആയിരിക്കണമെന്ന് പറയും. മനസ്സിലായി. എല്ലാവർക്കും ഒരുമിച്ച് മുന്നോട്ടു പോകാൻ കഴിയണം. അതെ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം നമ്മുടെയൊക്കെ പരിശീലന രീതിയാണ്. ഡെന്റൽ കോളേജുകളിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു ഇൻഡിപെൻഡന്റ് പ്രാക്ടീഷണർ ആകാനാണ്, ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാൻ. ഒരു സോളോ പൈലറ്റിനെ പോലെ. അതെ. അങ്ങനെ പഠിച്ച ഒരാള് പെട്ടെന്നൊരു ദിവസം ഒരു ടീമിന്റെ ഭാഗമാവുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ആ ഒരു സ്വാതന്ത്ര്യം കുറയില്ലേ? ശരിയാണ്. ആ വ്യക്തിപരമായ സ്വാതന്ത്ര്യം ഒരു പരിധിവരെ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. അപ്പോ ഭാവിയിൽ ഒരു ദന്ത ഡോക്ടർ എന്ന നിലയിൽ നമ്മൾ ഇതിൽ നിന്ന് എന്താണ് പ്രധാനമായി മനസ്സിലാക്കേണ്ടത്? ഗ്രൂപ്പ് പ്രാക്ടീസ് എന്നത് പണ്ടത്തെ സോളോ പ്രാക്ടീസ് രീതിക്ക് ഒരു ആധുനിക ബദലാണ്. ഇന്നത്തെ സാമ്പത്തിക, സാങ്കേതിക സാഹചര്യങ്ങളിൽ ഇത് കൂടുതൽ കാര്യക്ഷമതയും സുരക്ഷിതത്വവും നൽകുന്നു. അതാണ് പ്രധാന ആശയം. വളരെ വ്യക്തമായി. കേട്ടിരിക്കുന്നവർക്ക് പരീക്ഷയ്ക്ക് എഴുതാനുള്ള എല്ലാ പോയിന്റുകളും കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാം, നിങ്ങളൊന്ന് ചിന്തിക്കാൻ വേണ്ടി. പറയൂ. ഇന്നത്തെ കാലത്ത് ഡെന്റൽ ചികിത്സ കൂടുതൽ സങ്കീർണവും ചിലവേറിയതുമായി കൊണ്ടിരിക്കുകയാണ്, അല്ലേ? അതെ. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലെ
ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാരുടെ സ്ഥാനത്തേക്ക് ഭാവിയിൽ ഗ്രൂപ്പ് പ്രാക്ടീസുകൾ പൂർണ്ണമായി വരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെ വന്നാൽ രോഗികൾക്ക് എന്തൊക്കെ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാവാം?